അപ്പോഴാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ മാസ് ഗസ്റ്റ് റോൾ, ദ റിയൽ OG, ദ കംപ്ലീറ്റ് ആക്ടർ, നടിപ്പിൻ നായകൻ, മലയാളത്തിന്റെ സ്വന്തം ഗോകുലം ഗോപാൽജി. പറ്റില്ല ഗോപാൽജിക്ക് ഇത്രയെങ്കിലും ഹൈപ്പ് തന്നേ പറ്റൂ. കാരണം മലയാളത്തിലെ പ്രമുഖ പ്രൊഡ്യൂസർമാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ആന്റണി പെരുമ്പാവൂർ, വിജയ് ബാബു, ലിസ്റ്റിൻ സ്റ്റീഫൻ, വേണു കുന്നപ്പള്ളി, ഇവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗോപാൽജിക്കാണ് സ്റ്റാർ വാല്യൂ കൂടുതൽ. 19 നിലയിൽ പൊട്ടാനിരുന്ന 19-ാം നൂറ്റാണ്ട് എന്ന സിനിമ 1500 രൂപ ക്ലബിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണം ഗോപാൽജിയുടെ സ്റ്റാർ വാല്യൂ. അതുകൊണ്ട് സിനിമാ മോഹികളായ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ ഒരു തല്ലിപ്പുള്ളി തട്ടിക്കൂട്ട് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ ഗോകുലം ചെട്ടിക്കമ്പനിയുടെ ഓഫീസിൽ ചെല്ലുക, ഗോപാൽജിക്ക് ഒരു റോൾ ഓഫർ ചെയ്യുക, അടുത്ത ചൊവ്വാഴ്ച ഷൂട്ടിങ്ങിൽ തുടങ്ങാം. അല്ല, അപ്പോൾ പറയുമ്പോൾ ഉള്ള കാര്യം പറയണമല്ലോ, ഷീലു എബ്രഹാമിനെക്കാട്ടിലും ഭേദം ഗോപാൽജി തന്നെയാണ്. അതുകൊണ്ട് ഗോപാൽജിയാണ് ദ റിയൽ OG. അപ്പോൾ ലാലേട്ടൻ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്ന കോമാളി കഥാപാത്രത്തിന്റെ പേരാണ് ഗില്ലി ബാല. ഗില്ലി ബാല റാഞ്ചി. ശ്രദ്ധിക്കണം, ദില്ലി ബാല അല്ല, ഗില്ലി ബാല. ഗില്ലി ബാല ശ്രദ്ധിക്കണം, ദില്ലി ബാല അല്ല, ഗില്ലി ബാല. ഇനി ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. സാധാരണ സിനിമകളിൽ നായകന്റെ കൂടെ എപ്പോഴും ഒരു ശിങ്കിടി കാണും. ഈ ശിങ്കിടിയാണ് നായകനെ പറ്റി നാഴേക്ക് 40 വട്ടം തള്ളി മറിക്കുന്നത്. ആ ഒരു ക്ലീഷേ ഈ സിനിമയിൽ ബ്രേക്ക് ചെയ്തിട്ടൊന്നുമില്ല. അതിന്റെ ഭയാനകമായ എക്സ്ട്രീം വെർഷനാണ്. മമ്മൂക്ക് അണ്ണ മാത്രം വിളിക്കുന്ന പേര് അയച്ചേക്കാം. ഞാൻ പണ്ട് മധുരയിലായിരുന്നപ്പോ അവിടെ ഒരു തമിഴ് പടത്തിന്റെ ഷൂട്ടിംഗ്. നമ്മുടെ ഈ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടവര് അത് ഷൂട്ടിംഗ് തരുമെന്ന് ചോദിച്ചു. അപ്പൊ തന്നെ ഞാൻ തരൂലാന്ന് പറഞ്ഞു. അന്ന് രാത്രി അണ്ണന്റെ വീട്ടിൽ ഒരാൾ വന്നു. നമ്മുടെ സാക്ഷാൽ തലപ്പത്തി. ഈ ഗില്ലി ബാല എന്നുള്ളത് അണ്ണന് ശരിക്കുള്ള പേരാണോ? ഇവിടെ ഗില്ലി ബാല, അങ്ങ് ബംഗാളിൽ ബാലാദാദ, മുംബൈയിൽ ബാലാജി, തെലുങ്ക് നാട്ടിൽ ബാലയ്യ, കന്നഡ നാട്ടിൽ ബാലണ്ണ. ഇങ്ങനെ പോയാൽ ബാലയ്യയുടെ ലെവലാവും. അപ്പൊ ഈ ഗില്ലി ബാലയുടെ സ്വയം പൊങ്ങി അല്പത്തരമൊക്കെ കണ്ട് ക്രിഞ്ച് അടിച്ചിരുന്നപ്പോ ഞാൻ വിചാരിച്ചു, ഇതിപ്പോ ഇത്ര കാണത്തുള്ളായിരിക്കും, ഇപ്പൊ തീരുമാനിക്കും എന്നൊക്കെ. പക്ഷെ പിടിച്ചതിനെക്കാട്ടിലും വലുതായിരുന്നു മാളത്തിൽ എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. മടക്കി കുത്താൻ എനിക്ക് വലിയ പിടിയില്ല. അയ്യടാ, കേരളത്തിൽ ജനിച്ചു വളർന്ന 19 വയസ്സുള്ള മുതുക്കം പറയുക മുണ്ട് മടക്കി കുത്താൻ അറിയത്തില്ലെന്ന്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ട്യൂഷന് പോയിട്ടാണല്ലോ മുണ്ട് മടക്കി കുത്താൻ പഠിച്ചത്. ഇത് അടവ്. ലാലേട്ടനെ കൊണ്ട് മുണ്ട് മടക്കി കുത്തിക്കാനുള്ള ചീപ്പ് അടവ്. അണ്ണനൊന്നും മുണ്ട് മടക്കി കുത്തി 1000 എന്റെ പൊന്നു ഗോപാൽജി, നിങ്ങൾ ചുമ്മാ അങ്ങേരെ മൂപ്പിക്കാതെ. തൊലി ഉരിയെന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോവും. നിന്ന നിപ്പിൽ ദഹിച്ചങ്ങ് ഇല്ലാണ്ടാവുന്ന അവസ്ഥയാണ്. കാര്യം, ലാലേട്ടൻ മുണ്ട് മടക്കി കുത്തുന്നതും മീശ ഭരിക്കുന്നതും ഒക്കെ കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അത് സീനിനും സിറ്റുവേഷനും അനുസരിച്ച് ഓർഗാനിക് ആയിട്ട് സംഭവിക്കണം. ഉദാഹരണത്തിന് അല്ലാതെ 10 പേര് ചുറ്റും കൂടി നിന്നിട്ട് ഒരാവശ്യമില്ലാതെ മുണ്ട് മടക്കി കുത്തണ്ണ, മീശ വിരിച്ച് കാണിക്കണ്ണ, തോർത്തൂരി തലയെ കെട്ടണ്ണ, തുണി അലക്കണ്ണ എന്ന് പറയല്ല വേണ്ടത്. ഈ എഴുത്തുകാരുടെ ഒരു നിലവാരം പടം ഇത്രയും കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി.
ഇതൊക്കെ സ്ക്രിപ്റ്റിൽ കാണുമ്പോൾ തന്നെ ഇത് കൊള്ളാം, ഇത് ഷൂട്ട് ചെയ്ത കലക്കും എന്ന് പറഞ്ഞതോടെ സംവിധായകനും വിവരമില്ലെന്ന് മനസ്സിലായി. പക്ഷേ ഇതൊക്കെ അഭിനയിക്കുന്നവർക്കെങ്കിലും കുറച്ച് ഉളുപ്പ് വേണ്ടേ? ഈ ദിലീപിനും ലാലേട്ടനൊക്കെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഫഹീം സഫർ ഇതുപോലെ ഓരോ അപരാധങ്ങൾ എഴുതിക്കൊണ്ട് ചെല്ലുമ്പം മോന്തക്കൊരെണ്ണം കൊടുത്തിട്ട് സീനും വലിച്ചു കയറി കളഞ്ഞ് ഇതൊക്കെ പക്ക ക്രിഞ്ചാണെന്ന് ഇവർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? ദിലീപ് ഒറ്റയ്ക്ക് വന്ന പടം ഹിറ്റായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ലാലേട്ടനെ വിളിച്ചുകൊണ്ട് വന്നത്. ഇതിപ്പോൾ ലാലേട്ടനും കൂടെ എയറിൽ കയറി എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് വന്ന പോലെ തന്നെ ഗില്ലി ബാല എങ്ങോട്ടോ പോകും. ദിലീപ് തിരിച്ച് കേരളത്തിലോട്ടും പോകും. അതായത് ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് നടക്കുന്നത് കേരളത്തിൽ, ദിലീപിന്റെ കഥ. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ചു നേരം തമിഴ്നാട്ടിൽ ലാലേട്ടന്റെ കൂടെ സീൻസ്. അത് കഴിഞ്ഞു പിന്നെയും കേരളത്തിൽ ദിലീപിന്റെ കഥയുടെ കണ്ടിന്യൂവേഷൻ. അപ്പൊ ഈ നടുക്കുള്ള ലാലേട്ടന്റെ സീൻസ് അങ്ങനെ തന്നെ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും കഥയ്ക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അതായത് ഈ ഗില്ലി ബാല എന്ന ക്യാരക്ടറിന് ഈ പടത്തിൽ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല, ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ലാലേട്ടനെ പോലെ ഒരാളെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കോമാളി വേഷം കെട്ടിച്ചത്? ഇപ്പോൾ ലാലേട്ടൻ്റെ തന്നെ സമ്മറിൻ ബദലമിലെ ഗസ്റ്റ് റോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മമ്മൂക്കയുടെ നരസിംഹത്തിലെ ഗസ്റ്റ് റോൾ ആയിക്കോട്ടെ, അതിനൊക്കെ കഥയിൽ ഒരു പ്രാധാന്യമുണ്ട്, ആ ക്യാരക്ടേഴ്സിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ലാലേട്ടനെ പോലെ ഒരാളെ ഗസ്റ്റ് റോൾ ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വരുമ്പോൾ ആ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് വേണം. അതൊന്നും ഇല്ലാതെ ഒരു സൈഡിലോട്ട് പിടിച്ച് മാറ്റി നിർത്തിയിട്ട് മുണ്ട് മടക്കി കുത്തണ്ട, മീശ വരിച്ച് കാണിക്കണ്ട എന്ന് പറയല്ല വേണ്ടത്. ഇതൊക്കെ റൈറ്റേഴ്സ് ചിന്തിക്കേണ്ട കാര്യമാണ്. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പ്രേക്ഷകർ. അങ്ങനെ കമ്മിങ് ബാക്ക് ടു ദ സ്റ്റോറി, കിഡ്നാപ്പർ ദിലീപേട്ടൻ വീണ്ടും തിരിച്ച് കേരളത്തിലെത്തും. കാലങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയ ഞാൻ കണ്ടത് സ്വന്തം ഭൂമിയും ജീവിതവും നഷ്ടപ്പെട്ട് ഭ്രാന്ത് പിടിച്ച നാട്ടുകാരെയാണ്. പരാതി പറയാൻ ചെന്ന എന്റെ മകളെ അവൻ തന്റെ മകളെ അവൻ എടോ, താൻ ആദ്യം പറയുന്ന സെന്റൻസ് ഒന്ന് കംപ്ലീറ്റ് ആക്കുക, എന്നിട്ട് പ്രതികാരം ഉണ്ടാക്കുക. People have got to finish their stories. അത് കഴിയുമ്പോൾ ക്ലൈമാക്സ് ഫൈറ്റ് ആണ്. എന്തായാലും ലാലേട്ടനെ വണ്ടിക്കൂലിയും കൊടുത്ത് വിളിച്ചു വരുത്തിയതല്ലെന്ന് വിചാരിച്ച് ക്ലൈമാക്സ് ഫൈറ്റിൽ കുറച്ച് സീൻസ് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട്. പതിവ് പോലെ ഗില്ലി ബാല എവിടുന്നോ വരും, കുറച്ചു നേരം ഫൈറ്റ് ചെയ്യും, എങ്ങോട്ടോ പോകും. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട. കാട്ടുതീ എന്താണെന്ന് കാണിച്ചു കൊടുത്തിട്ട് വരാം. ഇതുവരെ മര്യാദയ്ക്ക് ഉന്നം തെറ്റാതെ വെടിവെക്കാൻ പഠിച്ചത്. തമ്മസിക്കൂല. ഫൈറ്റ് കഴിയുമ്പോൾ കിഡ്നാപ്പർ ദിലീപ് CM-നെ സേഫ് ആയിട്ട് തിരിച്ച് പോലീസുകാരെ ഏൽപ്പിക്കും. എതിരെ നിൽക്കുന്നവൻ എത്ര വലിയവനാണെങ്കിലും നിന്നെ വാരിപ്പുണരണം. നല്ലപോലെ പുണരുന്നുണ്ട്. നമ്മുടെ എതിരെ നിൽക്കുന്നവർക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എത്രത്തോളം കൊണ്ടിട്ടുണ്ടാവുമെന്ന് ആടിയെന്ന് നമുക്ക് മനസ്സിലാവും. അതാ താനിപ്പോ നല്ലപോലെ കൊള്ളുന്നത്. ആ ഓരോ അടിയും അച്ഛനും അമ്മയ്ക്കും എനിക്ക് തരാൻ പറ്റാതെ പോയ ഉമ്മകളായി കണ്ട് ഞാൻ ഏറ്റുവാങ്ങും. ഉമ്മ ഏറ്റുവാങ്ങി ഇപ്പൊ മൂത്രം പോവാതെയായി. നിന്റെയൊക്കെ ജയവും തോൽവിയും തീരുമാനിക്കപ്പെടുന്നത് മൂന്നാമതൊരാൾ പേപ്പറിൽ മാർക്ക് ഇടുമ്പോഴായിരിക്കും. നമ്മളെ പോലെ ആർക്കും വേണ്ടാത്തവരുടെ ജയം തീരുമാനിക്കപ്പെടുന്നത് ഞങ്ങളുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിലാടാ. വിശ്വാസം നല്ല ഇങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് സമാധാനിക്കാലോ. ചിലരൊക്കെ പറയുന്നു ഇതൊരു നോ ബ്രെയിനർ കോമഡിയാണ്, ബുദ്ധിജീവികൾക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നൊക്കെ. വേണ്ട, അല്പം ബുദ്ധിയുള്ളവർക്ക് ഇഷ്ടപ്പെടുവോ, അതോ തീരെ ബുദ്ധിയില്ലാത്തവർക്ക് മാത്രമേ ഇഷ്ടപ്പെടത്തുള്ളൂ എന്നാണോ? ഈ നോ ബ്രെയിനർ ലോജിക്ലെസ് കോമഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമാശയ്ക്ക് വേണ്ടി ചില രംഗങ്ങൾ ഓവർ ദ ടോപ്പ് ആക്കി എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ഉദാഹരണത്തിന് ദിലീപിന്റെ തന്നെ നോ ബ്രെയിനർ കോമഡിയായ CID മൂസ, അതിൽ തമാശയ്ക്ക് വേണ്ടി ലോജിക്കില്ലാത്ത ധാരാളം രംഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഹരിശ്രീ അശോകൻ
ഒരു മാട്രസ് ഫ്രണ്ടിലും ബാക്കിലും പിടിച്ചിട്ട് ബിൽഡിങ്ങിന്റെ 10-20 നിലയുള്ള ബിൽഡിങ്ങിന്റെ മേളിൽ താഴോട്ട് ചാടുന്നത്, അതേപോലെ ദിലീപ് പാരച്യൂട്ടിന് പകരം കൊട നിവർത്തിപ്പിടിച്ചിട്ട് ബിൽഡിങ്ങിന് താഴോട്ട് ചാടുന്നത്, ഇതൊക്കെ തമാശയ്ക്ക് വേണ്ടി ചേർത്തിട്ടുള്ള എക്സാജറേറ്റഡ് ആയിട്ടുള്ള നോ ബ്രെയിനർ കോമഡിയാണ്. ഇതിനൊന്നും ലോജിക്കിന്റെ ആവശ്യമില്ല. പക്ഷെ എന്നിട്ട് പോലും CID മൂസയ്ക്ക് ലോജിക്കുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥയുണ്ടായിരുന്നു. കോമഡിക്ക് വേണ്ടി ചില രംഗങ്ങൾ നോ ബ്രെയിനർ ആകാമെന്നേ ഉള്ളൂ, അല്ലാതെ സ്ക്രിപ്റ്റ് മുഴുവൻ മണ്ടത്തരം എഴുതി വെക്കണമെന്നല്ല. ശക്തമായ ഒരു കഥയില്ലാതെ പൊട്ടത്തരം മുഴുവൻ എഴുതി വെച്ചിട്ട് നോ ലോജിക് ഒള്ളി മാഡ്നസ് എന്ന് പറഞ്ഞ് തടി തപ്പാമെന്ന് വിചാരിക്കേണ്ട. അല്ല, അതവിടെ നിൽക്കട്ടെ, ഈ പടത്തില് നാട്ടുകാരെ കൊണ്ട് മുഖ്യമന്ത്രി ഇപ്പൊ ശരിയാക്കി തരുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ലോഡ് പരാതി എഴുതി ഒരു മാരുതി വാനിനകത്ത് സ്റ്റോറി ചെയ്ത് വെച്ചായിരുന്നല്ലോ, അതിന്റെ കാര്യം എന്തായി? ഇപ്പോഴത്തെ ചില സിനിമകളുടെ ടൈലൻഡിൽ ആ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് വന്നേക്കും എന്ന തരത്തിൽ ചില സീനുകൾ കാണിക്കാറുണ്ട്. അത് ചുമ്മാ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ്, അല്ലാതെ സെക്കൻഡ് പാർട്ടൊന്നും വരാൻ പോകുന്നില്ല. അതേപോലെ ഈ പടത്തിന്റെ ടൈലൻഡിലും ചില രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ സീസൺ ഞങ്ങൾ അങ്ങ് റാഞ്ച് ചെയ്യുന്നു. വീണ്ടും സന്ധിക്ക് വരേക്കും വണക്കം. വെൽക്കം. ഇതും പ്രേക്ഷകനെ വെറുതെ പറ്റിക്കാൻ വേണ്ടി കാണിച്ചതായിരിക്കണേ ഭഗവാനെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അല്ലാതെ വെറുതെ സെക്കൻഡ് പാർട്ട് ഇറക്കി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.